എത്ര 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 വർഷം കഴിഞ്ഞാലും നമ്മുടെ സഹപാഠികൾ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ ഒന്നും നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരെ എപ്പോഴും ഒന്ന് കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരെ ഒന്ന് വിളിക്കാൻ ശ്രമിക്കുക. സൗഹൃദങ്ങളെയൊക്കെ ഒന്ന് മാറോട് ചേർത്ത് പിടിച്ച് മുൻപോട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കാൻ ശ്രമിക്കുക. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹ നിമിഷങ്ങൾ എന്നൊക്കെ എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഈ അടുത്ത് കുറച്ച് സൗഹൃദങ്ങളായിട്ട് സ്കൂളിൽ പോയി. ഞങ്ങൾ പഠിച്ച സ്കൂളിൽ പോയി, കാതോലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പോത്തുകല്ല്. അവിടെ പോയി ഞങ്ങൾ അവിടെ കുറേ നേരം ഞങ്ങൾ സമയം ചിലവഴിച്ചു. ഞങ്ങൾ അവിടുത്തെ മാഷുമാരെ കണ്ടു, ടീച്ചേഴ്സിനെ കണ്ടു, അവിടെ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടു. അവർക്കറിയില്ല ഇപ്പോൾ ഇനി അവർ വലുതാകുമ്പോൾ അവർ നമ്മളെപ്പോലെ അവരും അവരുടെ സ്കൂളിലേക്ക് വരും. ഇപ്പോൾ ചിലപ്പോൾ അവർ വിചാരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് ശനിയാഴ്ച ആയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും പഠിത്തമില്ലാതിരുന്നാൽ മതിയായിരുന്നു, നമുക്ക് കിടന്നുറങ്ങായിരുന്നു എന്നൊക്കെ. പക്ഷേ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത നിമിഷങ്ങളായിരിക്കും ഇപ്പോൾ ആ കുട്ടികൾക്ക് കിട്ടുന്നത്. അത് അവരറിയുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ അത് അറിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ആ ഒരു സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ് ആ സ്കൂളൊക്കെ ഒന്ന് കാണാൻ. സ്കൂളും പരിസരവും, അല്ലെങ്കിൽ നമ്മൾ പാടത്ത് പോയി ചോറുണ്ട കാലമൊക്കെ, അതൊക്കെ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. ടീച്ചർ നമ്മുടെ കൈവെള്ളയിൽ അടിച്ചത്, അല്ലെങ്കിൽ കണക്ക് പുസ്തകത്തിൽ നമ്മൾ കണക്ക് എഴുതാത്തതിന്, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാത്തതിന് ടീച്ചർ നമ്മുടെ തുടയിൽ അടിച്ചതൊക്കെ ഒരുപാട് ഓർക്കുന്നുണ്ട്. ഞാനിപ്പോൾ സ്കൂളിൽ പോയപ്പോൾ ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചറെ, സോഷ്യലിൻ്റെ ടീച്ചറായിരുന്നു, മേഴ്സ് ടീച്ചർ അന്ന് അടിച്ചത് ഓർമ്മയുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഇപ്പോഴും നീ അതൊക്കെ ഓർത്ത് വെക്കുകയാണല്ലേ. പക്ഷെ അതൊക്കെ നമ്മൾ ഓർത്ത് വെക്കും. കാരണം അന്ന് ആ ടീച്ചർ നമ്മളെ അടിച്ചത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഇപ്പം നമ്മളിങ്ങനെ 9ാം ക്ലാസ്സിൽ പഠിച്ച എല്ലാവരും നമ്മുടെ കൂടിയിട്ടുണ്ടോ? എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് അല്ലേ? നമ്മളെത്ര പേര്? 1 2 3 4 5 6 7 8 9 പേരുണ്ട് കേട്ടോ. അതാണ് 9ാം ക്ലാസ് എന്ന് പറയുമ്പോൾ അല്ലേ? നമ്മൾ ലീഡർ ആയിരുന്നില്ലേ? നിൽക്കല്ലേ? ഇതൊക്കെ നമ്മുടെ ചങ്ങായിമാരായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര സെൽഫിയിലാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതോടൊപ്പം എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു അപേക്ഷയാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഒരു സഹപാഠിയെ വിളിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ, മാഷുമാരെയൊക്കെ ഒന്ന് വിളിക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ കാണാൻ പറ്റുകയാണെങ്കിൽ ഒത്തിരി ഉപകാരമായിരിക്കും. അങ്ങനെയൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുകയില്ല നമുക്ക്. അങ്ങനെയൊക്കെ ഒന്ന് കാണാൻ ശ്രമിച്ച് എനിക്ക് ഈ വീഡിയോയുടെ താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഇതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ അമർത്തിയേക്കണം. എന്നാൽ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക്